നമസ്കാരം. അറിവിൻ്റെ അക്ഷയഖനികളാണ് പുസ്തകങ്ങൾ. വായനയുടെ ആഴങ്ങളിൽ തന്നെയാണ് അറിവാകുന്ന അമൂല്യരത്നങ്ങൾ നിലകൊള്ളുന്നത്. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങളിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയാണ്. പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച് ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് സർജന്മാരിൽ ഒരാളായി മാറിയ കല്ലുതുണ്ടിൽ ചോന തോമസ് എന്ന ഡോക്ടർ സി തോമസിൻ്റെ ജീവിതവും 5 പതിറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്തെ അനുഭവങ്ങളും അനാവരണം ചെയ്യുന്ന ദ ലെഗസി ഓഫ് എ പ്ലാസ്റ്റിക് സർജൻ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ഈ മഹനീയ ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അറബ് സംസ്കാരത്തിൻ്റെ സംഗമഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന ഈ അനുഗ്രഹീത രാജ്യം അതിൻ്റെ 50ാമത് ദേശീയ ദിനം പ്രൗഢമായ ചടങ്ങുകളോടെ ആചരിക്കുകയാണ്. 1970 ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് 5 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഈ രാജ്യത്തെയും ജനങ്ങളെയും അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പുരോഗതിയുടെയും പുതിയ ചക്രവാളങ്ങളിലേക്ക് നയിച്ച ആധുനിക ഒമാൻ്റെ ശില്പി ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് ഈ 50ാമത് ദേശീയ ദിനാഘോഷ വേളയിൽ അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ശിരസ് നമിക്കുന്നു. ഒപ്പം രാജ്യത്തെ വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ വിഹായസിലേക്ക് നയിക്കുന്ന ഇപ്പോഴത്തെ ഭരണാധികാരി ഹിസ് മജസ്റ്റി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സെയ്ദിനും ഒമാൻ ജനതയ്ക്കും ദേശീയ ദിനാശംസകൾ നേരുന്നു. വി ബോ അവർ ഹെർഡ് ഇൻ ദ ബ്രൈറ്റ് മെമ്മറീസ് ഓഫ് ദ മോഡേൺ സ്കൾപ്റ്റർ ഓഫ് ഒമാൻ ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് അൽ സെയ്ദ്. We also extend our warmest congratulations to His Majesty Sultan Haitham bin Tariq Al Said and to the people of Oman on the occasion of Golden Jubilee National Day, wishing His Majesty and the Omani people more success and prosperity. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ആദ്യമായി ഡോക്ടർ സി തോമസിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഒരു പ്ലാസ്റ്റിക് സർജന്റെ ഇതിഹാസം എന്ന ഹ്രസ്വ ഡോക്യുമെന്ററിയിലേക്ക്. തീർത്ഥാടനങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂർ പ്രകൃതി രമണീയത കൊണ്ടും സാംസ്കാരിക തനിമയാർന്ന തിരുശേഷിപ്പുകൾ കൊണ്ടും കാലത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ദേശം. ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് സർജന്മാരിൽ ഒരാളായ ഡോക്ടർ സി തോമസ് എന്ന ഭിഷഗ്വരന് ജന്മം നൽകിയ നാട്. അച്ഛൻ കോവിലാറിന്റെ തീരത്തെ പുരാതനമായ കല്ലുതുണ്ടിൽ തറവാട്ടിൽ ഉമ്മൻ ചോനയുടെയും കുഞ്ഞമ്മ ചോനയുടെയും മകനായ ജനനം. കൈപ്പട്ടൂർ സെന്റ് ജോർജ് മൗണ്ട് സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നും ബിരുദവും പൂർത്തിയാക്കിയ ചോന തോമസിന് തന്റെ സ്കൂൾ കാലം മുതൽ തന്നെ ഒരു മികച്ച തൊഴിൽ സമ്പാദിക്കുക എന്നതിലുപരി സമൂഹത്തെ സേവിക്കുവാനുള്ള മാർഗം കൂടിയാകണം എന്നതായിരുന്നു ലക്ഷ്യം. ആതുര ശുശ്രൂഷ മേഖലയാകും അഭികാമ്യമെന്ന ചിന്തയാണ് ഈ മേഖലയിലേക്ക് കടന്നുവരാൻ പ്രേരണയായത്. എന്നാൽ വലിയ തലവരിപ്പണവും ഫീസുമൊക്കെ നൽകി പഠിക്കുവാനുള്ള സാഹചര്യം ഒന്നുണ്ടായിരുന്നില്ല. മെറിറ്റിലൂടെ പ്രവേശനം നേടുക എന്നതായിരുന്നു ഏകയാശ്രയം. കഠിനമായ പരിശ്രമങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1ാം റാങ്കോടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ മെഡിസിന് പ്രവേശനം. മെഡിക്കൽ ബിരുദം പൂർത്തിയാക്കി ഇവിടെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്കോളർഷിപ്പോടെ മാസ്റ്റർ ഓഫ് സർജറിയും പൂർത്തിയാക്കി. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അറിയപ്പെടുന്നൊരു സർജനാകണമെന്നായിരുന്നു ആഗ്രഹം. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ചു. ഏറെ ആകർഷിച്ചത് ജന്മനായുണ്ടാകുന്ന വൈകല്യങ്ങളും അപകടങ്ങളും പൊള്ളലേറ്റും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ബാധിച്ചും ശരീര അവയവങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളും മറ്റും സർജിക്കൽ പ്രക്രിയയിലൂടെ സാധാരണ നിലയിലാക്കുന്ന പ്ലാസ്റ്റിക് സർജറി എന്ന വിഭാഗമായിരുന്നു. ഇത്തരം വൈകല്യമുള്ളവർ മുഖ്യധാരയിലേക്ക് വരുവാൻ വിമുഖരും തങ്ങൾ പരിഹാസപാത്രമാകുമെന്ന തോന്നലും ഒറ്റപ്പെടലും അനുഭവിക്കുന്നവരായിരിക്കും. പ്രത്യേകിച്ചും മുച്ചിറി പോലെയുള്ള വൈകല്യമുള്ളവർ. നൂതന ചികിത്സാ മാർഗത്തിലൂടെ അവരിലെ വൈകല്യങ്ങൾ പരിഹരിച്ച് അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യം. സർജറിയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ഒരാൾക്ക് അന്ന് കേരളത്തിൽ തന്നെ മെച്ചപ്പെട്ട അവസരങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് സർജറി എന്ന വിഭാഗം കേരളത്തിൽ അത്ര പരിചിതമായ മേഖലയായിരുന്നില്ല. ഇതിൽ കൂടുതൽ പരിശീലനം നേടുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെയിരിക്കുമ്പോഴാണ് ഒമാനിലെ അമേരിക്കൻ മിഷൻ ആശുപത്രിയിൽ ഒരു സർജന്റെ താൽക്കാലിക ഒഴിവുണ്ടെന്നറിയുന്നതും അപേക്ഷിച്ചതിനെ തുടർന്ന് ജോലി ലഭിക്കുന്നതും. ഇത് ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. അങ്ങനെ 1971 ഏപ്രിൽ 18 ഒമാനിലെത്തി. ഇന്നു കാണുന്ന വികസനങ്ങളും സൗകര്യങ്ങളുമൊക്കെ സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാലം.
120 കിടക്കകൾ മാത്രമുള്ള അമേരിക്കൻ മിഷൻ ആശുപത്രിയായിരുന്നു രാജ്യത്തെ ഏക ആതുരാലയം. ഒരു ബഡ്ഡിംഗ് സർജൻ എന്ന നിലയിൽ ഇവിടെ ധാരാളം അവസരങ്ങളും സാധ്യതകളുമാണ് ലഭിച്ചത്. സേവന തൽപരതയും ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള യുവ ഡോക്ടർ എന്ന നിലയിൽ കുറഞ്ഞ കാലയളവിൽ തന്നെ സീനിയർ ഡോക്ടർമാരിൽ നിന്നും ആശുപത്രി അധികൃതരിൽ നിന്നും മികച്ച പിന്തുണയും സ്വീകാര്യതയുമാണ് ലഭിച്ചത്. അങ്ങനെ 2 മാസത്തെ താൽക്കാലിക ഒഴിവിലെത്തിയ ഡോക്ടർ തോമസിന് ഇവിടെ തന്നെ സ്ഥിര നിയമനവും ലഭിച്ചു. അപ്പോഴും താൻ വൈദഗ്ധ്യം നേടാൻ ആഗ്രഹിച്ച പ്ലാസ്റ്റിക് സർജറിയിൽ ഉപരിപഠനവും പ്രത്യേക പരിശീലനവും എന്ന സ്വപ്നം ബാക്കിയായിരുന്നു. ഒടുവിൽ അത് കൊണ്ടെത്തിച്ചതാകട്ടെ ലോകപ്രശസ്തമായ UK-യിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ. ഇവിടെ പ്ലാസ്റ്റിക് സർജറിയിലെ ഉപരിപഠനവും ഉന്നത പരിശീലനവും പൂർത്തിയാക്കിയ ഡോക്ടർ സി തോമസിനെ ഒമാൻ ആരോഗ്യമന്ത്രി ഒമാനിലേക്ക് തന്നെ തിരികെ ക്ഷണിച്ചു. 1951 അദ്ദേഹം ഒമാനിൽ മടങ്ങിയെത്തി. പിന്നീടുണ്ടായതൊക്കെ ചരിത്രത്തിന്റെ ഭാഗം. ഒമാനിൽ മടങ്ങിയെത്തിയ അദ്ദേഹം ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഖൗല ആശുപത്രിയിൽ 10 കിടക്കകളും ഒരു അസിസ്റ്റന്റ് ഡോക്ടറുമായി ഒമാനിലെ തന്നെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ആരംഭിച്ചു. ഇന്ന് 25 ഡോക്ടർമാരും 100-ലധികം കിടക്കകളുമുള്ള രാജ്യാന്തര നിലവാരമുള്ളതും എഡിൻബർഗ് റോയൽ കോളേജ് ഓഫ് സർജൻസ് അടക്കമുള്ള അന്തർദേശീയ അംഗീകാരങ്ങളും നേടിയ മധ്യപൂർവ്വദേശത്തെ തന്നെ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗമാക്കി മാറ്റിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് ആതുര സേവന രംഗത്ത് അരനൂറ്റാണ്ടു പിന്നിടുന്ന ഡോക്ടർ സി തോമസിന്റെ കർമ്മപഥങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന അനേകം നേട്ടങ്ങളിൽ ഒന്നു മാത്രം. ഇതിനിടെ റോയൽ കോളേജ് ഓഫ് സർജൻസ് UK, അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് എന്നിവിടങ്ങളിൽ ഫെലോഷിപ്പോടെ വീണ്ടും ഉപരിപഠനവും പരിശീലനങ്ങളും. ഒമാൻ കൂടാതെ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നിവിടങ്ങളിൽ സേവനം. അസോസിയേഷൻ ഓഫ് ഒമാൻ, GCC രാജ്യങ്ങളിലെ അസോസിയേഷൻ ഓഫ് പ്ലാസ്റ്റിക് സർജൻസ് എന്നീ സംഘടനകളുടെ പ്രസിഡന്റ്, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് എസ്തെറ്റിക് സർജറി ദേശീയ പ്രതിനിധി, ഇന്ത്യ, ബ്രിട്ടൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ പ്ലാസ്റ്റിക് സർജൻസ് അസോസിയേഷൻ അംഗം. അങ്ങനെ നിരവധി പദവികൾ വഹിച്ചു. ദേശീയ അന്തർദേശീയ തലത്തിൽ സംഘടിപ്പിച്ച സെമിനാറുകൾക്കും കോൺഫറൻസുകൾക്കും നേതൃത്വം നൽകുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. രാജ്യാന്തര തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന വിവിധ ജേണലുകളിൽ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ, വിവിധ ജേണലുകളുടെ സീനിയർ എഡിറ്റർ, പത്രാധിപ സമിതി അംഗം, സ്വന്തമായി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചതും ഏറെ പ്രചാരം നേടിയതുമായ ഹാൻഡ് ബുക്ക് ഓഫ് പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ കർത്താവ്. ഈ മേഖലയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച വാർത്തകളും ലേഖനങ്ങളും നിരവധി. തന്റെ കർമ്മമണ്ഡലം ആതുരസേവന രംഗത്ത് മാത്രമായി അദ്ദേഹം ഒതുക്കി നിർത്തിയില്ല. താൻ ഉൾപ്പെടുന്ന സഭയുടെ പ്രവർത്തനങ്ങളിലും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തും എന്നും സജീവമായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് 1972 ഒമാനിൽ ആദ്യമായി ഒരു ഇടവക രൂപീകരിക്കുന്നതിലും പിന്നീട് മസ്കറ്റ്, സലാല, ഗാല എന്നിവിടങ്ങളിൽ ദേവാലയം നിർമ്മിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു. അഡ്ഹോ കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, സെന്റ് തോമസ് ചർച്ച് കമ്മിറ്റി, ഈസ്റ്റേൺ എപ്പിസ്കോപ്പൽ ചർച്ചസ് എന്നിവയുടെ ചെയർമാൻ, ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ പ്രസിഡന്റ്, അങ്ങനെ നിരവധി പദവികൾ ഇക്കാലയളവിൽ വഹിച്ചു. നാട്ടിലും വിദേശങ്ങളിലുമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ എൻഡോമെന്റ് പദ്ധതികളും ഈ മേഖലയിലും സജീവമാക്കുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് മാത്രമല്ല, ഭരണതലത്തിലുള്ളവരും ഉന്നത സ്ഥാനീയരും സഭാ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങി സാധാരണക്കാർ വരെയുള്ളവരുമായി വ്യക്തിപരമായ ഇഴയെടുപ്പം എന്നും കാത്തുസൂക്ഷിക്കുന്നു. അരനൂറ്റാണ്ട് കാലത്തെ മികവാർന്ന ഭരണം കൊണ്ട് ഒമാൻ എന്ന രാജ്യത്തെ ലോകത്തിലെ തന്നെ മുൻനിര രാഷ്ട്രങ്ങളിലൊന്നാക്കി മാറ്റിയ രാഷ്ട്രശില്പി, എക്കാലത്തെയും പ്രിയങ്കരനായ ഭരണാധികാരി ഹിസ് മജസ്റ്റി സുൽത്താൻ ഖാബൂസ് ബിൻ സൈദ്, ഇപ്പോഴത്തെ ഭരണാധികാരി ഹിസ് മജസ്റ്റി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്, വിവിധ കാലയളവുകളിലായി മന്ത്രാലയങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രിമാർ, മന്ത്രാലയ പ്രതിനിധികൾ, സഭാതലവന്മാർ, സാമൂഹിക രംഗത്തെ പ്രമുഖർ, അങ്ങനെ സൗഹൃദത്തിന്റെ വലിയ നിര തന്നെയുണ്ട്. ഒമാൻ എന്ന ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം പൗരത്വം തന്നെ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഈ അനുഗ്രഹീത ഭൂമികയുടെ പൗരത്വത്തോടൊപ്പം തന്റെ മാതൃരാജ്യത്തെയും ഒരുപോലെ അദ്ദേഹം നെഞ്ചിലേറ്റുന്നു. ഇക്കാലയളവിൽ നിരവധി പുരസ്കാരങ്ങളും ആദരവുകളുമാണ് ഡോക്ടർ സി തോമസിനെ തേടിയെത്തിയത്. ആതുരസേവന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് 1991 ഒമാനിലെ പരമോന്നത ബഹുമതികളിലൊന്നായ ഓർഡർ ഓഫ് ഒമാൻ, 2007 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അൽമ മാറ്റർ അൽമിനി അവാർഡ്, 2011 ഡോക്ടർ ഭീമൻ ദാസ് ബിൽവാനി ഒറേഷൻ അവാർഡ്, 2014 മധ്യപൂർവേഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മികച്ച സംരംഭകർക്കും തൊഴിൽ വിദഗ്ധർക്കുമായി ഏർപ്പെടുത്തി വരുന്ന ഇന്ത്യൻ സൂപ്പർ 100 അവാർഡ്,
അങ്ങനെ എത്രയെത്ര പുരസ്കാരങ്ങൾ ഇതിനോടകം അദ്ദേഹത്തെ തേടിയെത്തി. പത്തനംതിട്ടയിലെ കൈപ്പട്ടൂർ എന്ന സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് ഇന്ന് ലോകമറിയപ്പെടുന്ന പ്ലാസ്റ്റിക് സർജന്മാരിൽ ഒരാളായി മാറിയതിനു പിന്നിൽ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമാണെന്ന് ഡോക്ടർ സി തോമസിന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ നേട്ടങ്ങൾക്കും ജീവിത വിജയങ്ങൾക്കും പിന്നിൽ കുടുംബാംഗങ്ങളുടെ, പ്രത്യേകിച്ച് സഹധർമ്മിണി ശാന്ത തോമസ് നൽകിയ പിന്തുണയും കരുത്തും വാക്കുകൾക്കതീതമാണെന്ന് അദ്ദേഹം പറയുന്നു. മക്കളായ ഡോക്ടർ ടെന്നി ജോൺ തോമസ്, ഡോക്ടർ ടെജി മാത്യു തോമസ് എന്നിവരും പിതാവിന്റെ പാത പിന്തുടർന്ന് അമേരിക്കയിൽ ആതുര ശുശ്രൂഷ രംഗത്ത് അറിയപ്പെടുന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ബാല്യം മുതൽ തന്നെ ഈശ്വരനിൽ അർപ്പിതമായ ജീവിതം നയിക്കാൻ മാതൃക കാട്ടിയ മാതാപിതാക്കൾ, മാതൃദേവാലയമായ കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയം, താങ്ങും തണലുമായി നിന്നവർ, എല്ലാവരോടും നന്ദി പറയുകയാണ് അദ്ദേഹം. ഒപ്പം കഠിനാധ്വാനം, സ്ഥിരോത്സാഹം, നിശ്ചയദാർഢ്യം, ആത്മവിശ്വാസം എന്നിവ കൈമുതലായുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് നേട്ടങ്ങൾ കൈവരിക്കാമെന്ന വലിയ പാഠവും. ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും വിരമിച്ചെങ്കിലും മസ്കറ്റിലെ അൽറഫ ആശുപത്രി, കേരളത്തിലെ അസ്റ്റർ മെഡ് സിറ്റി തുടങ്ങി ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള പ്രശസ്തമായ ആശുപത്രി ശൃംഖലകൾക്കൊപ്പവും പ്രവർത്തിക്കുന്നു. ഇതിനോടകം ആയിരക്കണക്കിന് ആളുകളെ അവരുടെ വൈകല്യങ്ങൾ പരിഹരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം മടക്കിക്കൊണ്ടുവന്നു. സപ്തതി പിന്നിടുമ്പോഴും സേവനരംഗത്തും കർമ്മരംഗത്തും ഇപ്പോഴും സജീവമായി തന്നെയുണ്ട് ഡോക്ടർ സി തോമസ് എന്ന പ്ലാസ്റ്റിക് സർജറി രംഗത്ത് ഇതിഹാസം തീർത്ത കർമ്മയോഗി. പ്രതിഭാശാലിയായ ഒരു വ്യക്തി മാനവരാശിക്ക് നൽകുന്ന അമൂല്യമായ സംഭാവനയാണ് ഒരു നല്ല പുസ്തകമെന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് എഴുത്തുകാരനായ ജോസഫ് അഡിസനാണ്. ഒരു പുസ്തകം നാം വായിക്കുമ്പോൾ പരിചയപ്പെടുന്നത് എഴുത്തുകാരൻ കടന്നുപോയ വലിയ ലോകത്തുകൂടെയാണ്. ലെഗസി ഓഫ് എ പ്ലാസ്റ്റിക് സർജൻ എന്ന ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ചീഫ് എഡിറ്റർ കൂടിയായ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ. ഡോക്ടർ സി തോമസിനെ കുറിച്ച് അദ്ദേഹം നിരന്തരമായി നടത്തിയ പഠനങ്ങളും ഗവേഷണങ്ങളും അന്വേഷണങ്ങളുമാണ് ഇത്തരത്തിലൊരു ഗ്രന്ഥത്തിൻ്റെ പിറവിക്ക് കാരണമായത്. ഏതാണ്ട് 2 വർഷക്കാലത്തെ പരിശ്രമം. ശ്രേഷ്ഠമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതോടൊപ്പം ഒരു മികച്ച പ്രഭാഷകൻ, എഴുത്തുകാരൻ, സംഘാടകൻ, അങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. പ്രസാധകരായ ബോധി ബുക്സിൻ്റെ സാരഥി കൂടിയാണ്. ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ ഇപ്പോൾ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭ്യുന്നയ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം വളരെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആഗോള പ്രശസ്തനായ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ സി തോമസിൻ്റെ ജീവിതം വെളിപ്പെടുത്തുന്ന അതിമനോഹരമായ ഗ്രന്ഥം ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ പേര് ലെഗസി ഓഫ് എ പ്ലാസ്റ്റിക് സർജൻ എന്നാണ്. ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ ഇതിഹാസം. സത്യത്തിൽ ഒരു ഇതിഹാസം അവതരിപ്പിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ്. പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂരിൽ നിന്നും ഒമാനിലെത്തി ഒമാൻ പൗരത്വം നേടിയ കല്ലുതുണ്ടിൽ ഡോക്ടർ സി തോമസിൻ്റെ ജീവിതവും പ്രവർത്തനവുമാണ് ഈ ബൃഹത് ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. കേരള സർവകലാശാലയിൽ നിന്നും BSc-യും MBBS-ഉം സർജറിയിൽ MS-ഉം നേടിയ മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ സി തോമസ്. മെഡിക്കൽ രംഗത്ത് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഉന്നത ബിരുദങ്ങൾ അദ്ദേഹം വീണ്ടും സമ്പാദിച്ച് ആഗോള പ്രശസ്തനായ പ്ലാസ്റ്റിക് സർജൻ എന്നറിയപ്പെടുന്നു. മസ്കറ്റിൽ അമേരിക്കൻ മിഷൻ ആശുപത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് എത്തിയത്. ദീർഘമായ അവിടുത്തെ പ്രവർത്തനം, സാമൂഹിക പ്രതിബദ്ധതയിലുള്ള കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ലോകം മുഴുവനും ഉയർന്നു. അതുകൊണ്ട് 1991 ഡോക്ടർ സി തോമസിനെ ഒമാൻ പൗരത്വം നൽകി ആദരിക്കുകയുണ്ടായി. കേരളത്തിൽ നിന്നും കുടിയേറിയ ഡോക്ടർ സി തോമസിന് മസ്കറ്റിലെ വിവിധ സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഒമാൻ ഗവൺമെൻറ് നൽകിയ വലിയ ആദരവാണ് ഒമാൻ പൗരത്വം. ഈ മഹത്തായ ഗ്രന്ഥത്തിൽ 5 കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 1.
ആത്മ അനുഭവങ്ങളുടെ ദീർഘമായ വിവരണങ്ങളാണ് ആത്മകഥാ രൂപത്തിൽ ഡോക്ടർ സി തോമസ് അവതരിപ്പിക്കുകയാണ്. അരനൂറ്റാണ്ടിലധികമുള്ള മെഡിക്കൽ രംഗത്തെ പ്രവർത്തനങ്ങളാണ് അതിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ചരിത്രം അതിലുണ്ട്, ഗൾഫിൻ്റെ ചരിത്രമുണ്ട്, പ്രവാസി ജീവിതത്തെക്കുറിച്ചുണ്ട്, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിവിധ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്തുള്ളത് ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം ആത്മകഥാ രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. 2 അവസ്മരണീയമായ അനുഭവങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നു. 3 ദീർഘമായ അഭിമുഖങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖങ്ങൾ ഇവിടെ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ നേരിട്ടും പല അഭിമുഖങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഗവേഷണ പ്രബന്ധങ്ങളാണ് 4ാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. അദ്ദേഹം എത്രയോ അധികം ഗവേഷണ ഗ്രന്ഥങ്ങളാണ്, പ്രബന്ധങ്ങളാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിച്ചത്. ഈ ഗ്രന്ഥത്തിൽ അതും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 5ാമത്തെ ഭാഗം വളരെ മനോഹരമാണ്. ഡോക്ടർ സി തോമസിനെ കുറിച്ച് ആഗോള മാധ്യമങ്ങളിൽ അവതരിപ്പിച്ച വിവിധങ്ങളായ പത്രമാധ്യമങ്ങളിലെ കട്ടിങ്സ് അതേപോലെ ഇതിൽ ഉൾച്ചേർത്തിരിക്കുകയാണ്. ഇതൊന്ന് കാണുമ്പോൾ തന്നെ ഡോക്ടർ സി തോമസിന്റെ ജീവിതവും മഹത്വവും തിരിച്ചറിയുവാൻ കഴിയും. സി തോമസിന്റെ ഈ ഗ്രന്ഥം വളരെ സന്തോഷത്തോടുകൂടി ബോധി ബുക്സ് പ്രസിദ്ധീകരിക്കുകയാണ്. ഡോക്ടർ സി തോമസ്, സഹധർമ്മിണി ശാന്ത തോമസ്, മക്കൾ, ബോധി ബുക്സ് എന്നിവരോടുള്ള ആദരവ് ഈ സമയത്ത് ഞാൻ അർപ്പിക്കുന്നു. നിരവധി അവാർഡുകൾ, ബഹുമതികൾ എല്ലാം സി തോമസിന് ലഭ്യമായിട്ടുണ്ട്. സാമൂഹിക, സാംസ്കാരിക, മെഡിക്കൽ രംഗത്ത് സി തോമസിന്റെ ജീവിതവും സാക്ഷ്യവും തിരിച്ചറിയുവാൻ ലെഗസി ഓഫ് എ പ്ലാസ്റ്റിക് സർജൻ എന്ന ഗ്രന്ഥം വഴിയൊരുക്കും എന്ന് പ്രത്യാശിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയാണ്. ഡോക്ടർ സി തോമസ് ഏറ്റവും അധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ ആ മഹനീയ കർമ്മം നിർവഹിക്കാൻ സാധിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി അദ്ദേഹം കരുതുന്നു. പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ അനുഗ്രഹ പ്രഭാഷണവും പുസ്തക പ്രകാശനവും നിർവഹിക്കുന്നു. സഹോദരങ്ങളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഒരു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗവും കൈപ്പട്ടൂർ ഓർത്തഡോക്സ് ദേവാലയത്തിലെ അംഗവും അതുപോലെ തന്നെ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തെ പൗരത്വവും ഒക്കെ ഉള്ള ഡോക്ടർ സി തോമസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ ഡോക്ടർ കരിങ്ങാട്ടിൽ അച്ഛൻ കമ്പൈൽ ചെയ്ത് ഒരു വലിയ നിധി പോലെ ഈ ഡോക്ടർ സി തോമസ് ആരാണ്, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അനേക സാക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രൗഢഗംഭീരമായ ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിചയപ്പെടുത്തുകയാണ് ഞാൻ. ഡോക്ടർ സി തോമസ് ഇവിടെ നിന്ന് ഒമാനിലേക്ക് പോയി കഴിഞ്ഞ് അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട സർക്കാർ ഹോസ്പിറ്റലിലെ ഡോക്ടറായി, അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് സർജറിയിലെ ഒരു ഇതിഹാസം സൃഷ്ടിച്ച അഭിമാനകരമായ മലങ്കര സഭയുടെ ഒരു പുത്രനാണ് ഡോക്ടർ സി തോമസ് എന്നുള്ളത് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ചിത്രങ്ങളും ചരിത്രങ്ങളും എല്ലാം കമ്പൈൽ ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ കരിങ്ങാട്ടിൽ അച്ഛനാണ് ഇതിൻ്റെ പിന്നിൽ, ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പിന്നിൽ ഏറ്റവും അധ്വാനിച്ചിട്ടുള്ളത്. ഡോക്ടർ ഒമാൻ ഭരണകൂടവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പ്ലാസ്റ്റിക് സർജറിയിൽ ഒരു വേൾഡ് അതോറിറ്റി എന്ന് പറയത്തക്കവണ്ണമുള്ള നിലവാരങ്ങളുണ്ട്. റിസർച്ച് അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ
ലോകപ്രശസ്തിയുള്ള അനേക യൂണിവേഴ്സിറ്റികളിലും ഹോസ്പിറ്റലുകളിലും അദ്ദേഹം പോകുകയും അവിടെ ഈ പ്ലാസ്റ്റിക് സർജറി അതിൻ്റെ റിസർച്ചും അതിൻ്റെ സർജറിയുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. മസ്കറ്റ് സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ സ്ഥാപകനും ഇപ്പോഴും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി നിൽക്കുന്നു എന്നുള്ളത് സന്തോഷത്തിന് ഏറെ വകയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ വിവാഹം ആശീർവദിക്കുവാൻ ബലഹീനായിരിക്കുന്ന എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ സി തോമസിൻ്റെ സേവനം ലോകത്തിനും മനുഷ്യരാശിക്കും വിലമതിക്കാനാകാത്തതാണ്. അത് ഈ പുസ്തകം നോക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യം നൽകിയിട്ടുള്ള ഒട്ടനവധി ഉന്നത വ്യക്തികൾ അദ്ദേഹത്തെക്കുറിച്ച് പല സാക്ഷ്യങ്ങളും ഇതിൽ വിവരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം എല്ലാവരുടെയും മുൻപിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാനിവിടെ ഇത് റിലീസ് ചെയ്യുന്നു. ദൈവം തമ്പുരാൻ ഡോക്ടർ സി തോമസിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വിശിഷ്ട സേവനം ഇനിയും മനുഷ്യരാശിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി സ്വീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തന്നെ അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയാണ്. സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്ത, മാധ്യമ വിഭാഗം അധ്യക്ഷൻ, എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം, അങ്ങനെ വിവിധങ്ങളായ ചുമതലകൾ വഹിക്കുന്നു. ഇങ്ങനെയൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് പിന്നിലെ പ്രേരക ശക്തി യഥാർത്ഥത്തിൽ തിരുമേനിയാണ്. തിരുമേനിയുടെ മാർഗദർശനം, പ്രചോദനം, പ്രാർത്ഥന ഇവയൊക്കെ എന്നും ഉൾക്കരുത്ത് നൽകുന്നതായി തൻ്റെ അനുഭവക്കുറിപ്പിൽ ഡോക്ടർ സി തോമസ് സാക്ഷ്യപ്പെടുത്തുന്നു. അഭിമന്യ തിരുമേനിയുടെ മുഖ്യ പ്രഭാഷണത്തിലേക്ക്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ബാവ തിരുമേനി ഈ പുസ്തക പ്രകാശന വേദിയിൽ പങ്കെടുക്കുന്ന ഏവരുമേ, പ്രത്യേകിച്ച് നമുക്ക് ഏറെ വാത്സല്യമുള്ള ആരെക്കുറിച്ച് ഈ പുസ്തകം പ്രതിപാദിക്കുന്നുവോ ആ ലെജൻഡറി ഫിഗർ എന്ന് അഭിമാനത്തോടെ പറയാവുന്ന ഡോക്ടർ സി തോമസ് ഈ പുസ്തകത്തെ അണിയിച്ച് ഒരുക്കിയ നമ്മുടെ സഹോദരനും സഹപാഠിയും സ്നേഹിതനും എല്ലാം ആയ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ പ്രകാശന വേദിക്ക് അതിൻ്റെ അവതാരകനായി പ്രവർത്തിക്കുന്ന നമ്മുടെ വാത്സല്യമുള്ള ശ്രീ ബിജു പരുമല അവറുകൾ, പ്രിയപ്പെട്ട ഏവരുമേ, ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടെയാണ് ഡോക്ടർ ചോണ തോമസ് അഥവാ ഡോക്ടർ സി തോമസിൻ്റെ ലെഗസി ഓഫ് എ പ്ലാസ്റ്റിക് സർജൻ എന്ന ഈ ഗ്രന്ഥം പരിശുദ്ധ ബാവ തിരുമേനിയിൽ നിന്ന് വാങ്ങി ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനോട് ചേർന്ന് ഏതാനും വാക്കുകൾ പറയുന്നത്. ഏതാണ്ട് 50 വർഷക്കാലം ഒമാനിൽ പ്രവർത്തിച്ച് സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ, അത് ഇന്ന് കാണുന്ന വിധത്തിലൊക്കെ വളരുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ ഒരു പ്രവർത്തകനായി, ഒരു ഗസ്റ്റ് ഡോക്ടറായി ഒമാനിൽ എത്തി. അവിടെ മുതൽ ആ രാഷ്ട്രത്തെ, അവിടുത്തെ ജനതയെ സ്നേഹിച്ച് തൻ്റെ ജീവിതം തന്നെ അവിടെ സമർപ്പിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഇപ്പോൾ സുൽത്താനേറ്റ് ഓഫ് ഒമാനിൻ്റെ ഗ്രേറ്റസ്റ്റ് ഓർഡർ, സിവിലിയൻ ഓർഡർ ആയിരിക്കുന്ന ദ ഓർഡർ ഓഫ് ഒമാൻ എന്ന സ്ഥാനത്ത് എത്തുകയും ദ ഫൗണ്ടർ ഓഫ് പ്ലാസ്റ്റിക് സർജറി ഇൻ ഒമാൻ എന്ന വിധത്തിൽ വളരുകയും അതിനേക്കാളൊക്കെ ഉപരി ആയിരക്കണക്കിന്
ആളുകളെ അവരുടെ മുഖം വികൃതമായ വിധത്തിൽ പല കാരണങ്ങളാൽ, ദൈവസൃഷ്ടി വികൃതമല്ല, എന്നാൽ ആ ജനനത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പലവിധമായ പ്രയാസങ്ങളാൽ രൂപഭാവം മാറി വികൃതമായിരിക്കുന്നവരെ തൻ്റെ കരങ്ങൾ കൊണ്ട്, പ്ലാസ്റ്റിക് സർജറി എന്ന ആ കരങ്ങൾ കൊണ്ട് അവരുടെ മുഖം മിനുക്കിയെടുത്ത് അവരെ സമൂഹത്തിലേക്ക് പൂർണ്ണ കോൺഫിഡൻസോടുകൂടി അവതരിപ്പിക്കുവാൻ കഴിഞ്ഞ ദൈവത്തിൻ്റെ കരങ്ങൾ ഉള്ള ഒരു വ്യക്തിത്വം, അതാണ് ഡോക്ടർ സി തോമസ് അവർകൾ. കഴിഞ്ഞ 10 വർഷമായി ഡോക്ടർ സി തോമസ് അവർകളുമായി ഉറ്റ ബന്ധം ഉണ്ട്. അദ്ദേഹം വലിയ ഡോക്ടറായി പ്രവർത്തിക്കുമ്പോൾ തന്നെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു അംഗം, അതിലെ ഒരു വിശ്വാസി എന്ന വിധത്തിൽ കൈപ്പട്ടൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് ഇടവകയിൽ നിന്നും കടന്നു വന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഒമാനിലെ സഭയുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒമാനിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചുമതല വഹിക്കുവാൻ തുടങ്ങിയ അന്നു മുതൽ അദ്ദേഹവുമായി ഏറെ അടുത്ത ബന്ധമാണ് ഉള്ളത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എന്ന് മാത്രമല്ല, ഒമാനിലെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും പ്രതിനിധി എന്ന വിധത്തിൽ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ്റെ ഭരണാധികാരികളെ പ്രതിനിധീകരിക്കുവാൻ ഭരണാധികാരികൾ തന്നെ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, ഇന്ത്യൻ ഓർത്തഡോക്സ് സമൂഹത്തിൻ്റെ ഒരു തലതൊട്ടപ്പൻ എന്ന വിധത്തിൽ ഒമാനിലെ 4 ഇടവകകളും, റൂവിയിലെ മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് മഹാ ഇടവക, സലാലയിലെ സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവക, സോഹാർ സെൻറ്റ് ജോർജ് ഇടവക, ഗാല സെൻറ്റ് മേരീസ് ഇടവക, ഈ ഇടവകകളുടെയൊക്കെ രൂപീകരണത്തിന്, വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഇടവക ഒരു എക്യുമെനിക്കൽ ചർച്ച്, സെൻറ്റ് തോമസ് ചർച്ച്, സഹോദര സഭയായ മർത്തോമ സഭയുമായി ടൈം ഷെയറിൽ ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന് പുറകിലും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ചുക്കാൻ പിടിച്ചു. ഗാലയിൽ ഒരു ദേവാലയം പണിയുവാനുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി. ആ വിധത്തിൽ സഭയെ ഏറെ സ്നേഹിച്ച, സഭ ഏറെ അഭിമാനത്തോടെ കാണുന്ന ഒരു പ്രിയ വ്യക്തിത്വമാണ് ഡോക്ടർ തോമസ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അദ്ദേഹം നല്ല ഒരു പാചകക്കാരി കൂടെയാണ്. അദ്ദേഹം 101 സാലഡ്സ് ഫോർ യുവർ ഹെൽത്ത് എന്നൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ഭവനത്തിൽ എത്ര തവണ, എത്ര ആളുകളുമായി പരിശുദ്ധ ബാവ തിരുമേനി, മറ്റ് മെത്രാപ്പൊലിത്തന്മാർ, VIP-കൾ ഇവരൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ അവരുടെ ആതിഥ്യം സ്വീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ സമയത്ത് ഓർക്കുന്നു. ഈ പുസ്തകത്തെക്കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിത യാത്ര, അദ്ദേഹത്തിൻ്റെ വളർച്ച, ഒമാൻ എന്ന സുൽത്താനേറ്റിൻ്റെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയുടെ തന്നെ ഒരു ഭാഗമാണ്. ഈ പുസ്തകത്തിൻ്റെ ആത്മാവിഷ്കാരത്തിൽ ഒരു ചെറിയ പങ്ക് ബലഹീനനായ എനിക്കും ഉണ്ടായിരുന്നു. ഡോക്ടറുമായി ഉള്ള കൂടിക്കാഴ്ചകളിൽ, പ്രത്യേകിച്ച് ഡോക്ടർ ഒമാനിലെത്തിയിട്ട് ഏതാണ്ട് 50 വർഷങ്ങൾ ആകുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര, ഒമാനിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായിട്ടുള്ള ജീവിതയാത്ര ഏതാണ്ട് 52 വർഷമായ ഈ സമയത്ത് ഇങ്ങനെ ഒരു പുസ്തകം ചിന്തനീയമാണ് എന്ന് പറയുകയും ഡോക്ടറെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ കഴിഞ്ഞത് ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഇതിൻ്റെ താളുകളിൽ എല്ലാ കാര്യങ്ങളും വളരെ
വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിന് ലഭിച്ച പദവികൾ, അദ്ദേഹത്തിൻ്റെ പഠനം, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ, അദ്ദേഹം ചെയ്ത പ്ലാസ്റ്റിക് സർജറികളുടെ ഒരു ലിസ്റ്റ്, ഇതൊരു അനുഭവമാണ്. ഈ പുസ്തകത്താളുകളിലൂടെ കടന്നു പോകുന്നത് ഒരു അനുഭവമാണ്. ഈ പുസ്തകത്തെ അനുവാചകരുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയും ഇതിൻ്റെ ഒരു കോപ്പി, ആദ്യ കോപ്പി വാങ്ങുവാൻ സാധിച്ചു എന്നുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. The book Legacy of a Plastic Surgeon depicts the persistent perseverance of a village boy to achieve the ambitions of his life. Yes, he was a village boy. He started from Kerala, from St. Ignatius Church, Kaipattur. From there on, his ambitions grew. By the grace of God, he got good opportunities, and each opportunities he used in the best way and manner so that he grew through our Trivandrum Medical College. He achieved further degrees, achievements, worked very hard, very concentrated, 100% sincerity. He never worked just for money. Money was not a concern for him. Rather, he put his entire effort to transform humanity around him. So with all happiness, once again, I declare that this book is released and you must read this book. God bless you. The quality of a person's relationship can tell us a lot about him. Dr. C. Thomas is an altruist who always maintains a harmonious relationship with everybody around him. It's time for felicitations. Some of the world-renowned experts from different branches of medical science will express their best wishes and share their memories with us. They are the colleagues, classmates, and associates who always maintain a very close friendship with Dr. C. Thomas. Greetings from Dallas, Texas. My name is Dr. M.V. Pillai. I am a hematologist, oncologist, and professor at Thomas Jefferson University, Philadelphia. It gives me immense pleasure and pride to be here to offer our felicitations to my long-time friend, classmate, and I should say philosopher and guide, Dr. C. Thomas. We belong to Kerala, where the average lifespan today is 74.5 years. Incidentally, we have a WhatsApp group of all the classmates who joined the Trivandrum Medical College in 1962, and we do exchange our views, comments, likes, dislikes, aspirations, and setbacks in life virtually every week. And Dr. C. Thomas is an active participant. Over the past 50 years, Dr. C. Thomas has provided outstanding services to humanity in 3 continents. And those stellar services have been appreciated not only by governments, but educational institutions and social organizations. I was fortunate to write a preface to his brilliant work, which is coming out very soon. And as a matter of fact, he should have written this book, because although he has saved thousands of patients due to his surgical skill and made thousands of people happy due to the prompt relief of their symptoms and surgical problems, when all of us disappear from this planet, what stays back is only written material.
And this is perhaps why the Latin quotation assumes so much of importance now. It says, litera mane, litera scripta mane. The written letter remains when everything else goes. Even centuries after our departure from this planet, a few people may remember Dr. C. Thomas for his brilliant contributions in the field of surgery and human services. But millions will continue to appreciate his personality through what he is writing in this autobiography. And it gives me, once again, a great deal of satisfaction that I could wish him all the best on behalf of the batch of 1962. And I pray God Almighty to continue to bless him and his lovely family in the years to come. Congratulations, Dr. C. Thomas and Mrs. Shanta and their lovely sons. Best wishes. This is a glorious evening. Thomas is my soulmate. Our friendship is started from college days, got reinforced during house residency and concreted during our careers. Soon after graduation, I tried to coax Thomas to take up pediatric surgery. But he had a clear vision, focus, and commitment that took him through a life of trials and tribulations, taking him to a glorious career as a plastic surgeon of international reputation and admiration. Thomas is a fine artist using scalpel as a paintbrush. The plastic surgery unit in Muscat, from its inception to the present state of Center of Excellence, and recognized as a center for training and fellowship, is the perfect proof of his management and academic skills. Thomas, an outstanding plastic surgeon, is also a fine human being. He is committed and caring in matters of church and educational activities, not only in Muscat, but also in his hometown. Thomas is a perfect partner for his dear wife, Shanta, supporting her creative pursuits, and a proud father of very successful, wonderful two sons, Tenny and Teddy. This beautiful biography is a perfect record of the shining, multi-dimensional personality of Thomas, and it has received a deserving international release and blessing by the Bishop himself. May Lord's blessings be with Thomas and his family always. I'm delighted to be part of this book launch. A biography should be inspirational. My friend for more than a half century, Dr. Thomas's life is a prime example of a simple man doing simple things diligently and systematically to achieve great things. What made him stand out was a single-minded pursuit of a goal with exceptional faith and optimism. Luck is when hard work meets opportunity. He said yes if it was not illegal, immoral, or unethical. This positive attitude helped him to get ahead when others hesitated. He spent his spare hours during residency hanging out and doing research with plastic surgery, which was his life dream. He came to work in a mission hospital in Muscat when there was no other hospital in Oman. His story is the story of his own personal growth, along with the growth of the nation of Oman. As a surgeon myself, I am amazed at the superb surgical hands Dr. Thomas has.
the three-dimensional engineering and design skills a plastic surgeon needs, and his unflappable attitude in adversity, be it surgery or life. Always keen in charitable endeavors, he even now goes to India to help the maimed and deformed who need repair of body and mind. He did things without asking, what is in it for me? Trusting that what is in it for me comes from the beautiful finished work, and that is his success. One who works with his hands, mind and heart is a surgeon. This befits Jonah Thomas. He pursued his goal with a passionate zeal and reached the pinnacle in the field of plastic and reconstructive surgery. Despite all odds, he ventured into unknown new territories and through his surgical prowess brought comfort and smile to his patients. He single-handedly started and developed the Department of Plastic and Reconstructive Surgery in Muscat, Oman, which is now acclaimed internationally a center of excellence. His legacy has been laid, which others will seek to follow. His selfless and sincere dedication and service to society has been duly recognized by His Majesty of Oman. Jonah Thomas is an internationally acclaimed plastic and reconstructive surgeon. He will be remembered for the smile that he gave to his ever grateful patients, not only in Oman, but internationally. He has been on the smile train to various countries and helped both the young and old, altering their physique and psyche for them to lead a happy life. Behind all his academic and professional acumen qualities lies a human being who practices his holy belief diligently and also brought solace and comfort to his brethren. He is an ideal family man, a guardian angel who, along with his ever supportive wife Shanta, guided his family of noble virtues. Finally, it reminds me of Khalil Gibran's remark, tenderness and kindness are not a sign of weakness and despair, but a manifestation of strength and resolution. And this, to a large extent, sums up the persona Jonah Thomas. On this occasion, my thoughts go back to 1987, when I joined the Department of Plastic Surgery at Kola Hospital, a very dedicated team of 5 doctors led by Dr. Thomas. But it was a time of great changes for positive reasons. More plastic surgeons started joining the department, and by 1990, we were a team of 12, dealing with the entire spectrum of plastic surgery. In 1992, we had the first meeting of the GCC Association of Plastic Surgeons and the first international conference. By mid-90s, the 70-bedded custom-designed plastic surgery ward and burns unit were functional. We had 20 members in our team by then, the biggest in the Middle East. Already had the recognition of Royal College of Surgeons for higher surgical training. The yearly conferences were attended by renowned plastic surgeons, many of them well known to Dr. Thomas. And this made the conferences and workshops very useful and effective. Very senior and experienced plastic surgeons, many of them from India, were part of the team for different periods on different occasions. This added strength to the teaching and training programs. All this helped many young Omanis to go for full graded training in some of the best centers across the world. The developments were not confined to Muscat alone. Fully functional units of plastic surgery were established in Salalah, Sohar, Sur and Niswa,
by 2000. I can go on and on, but for restraints of time. This success story became a reality by the leadership and hard work of Dr. C. Thomas. And I hope and wish the book, The Legacy of a Plastic Surgeon, will motivate and inspire many, especially the younger surgeons, to achieve their goals in life. Thank you. No events come together without the support of a vast network of people. This is the time to convey the sincere thanks to all who made this event blissful, especially who contributed their dedicated service to publish this book, and all the dear ones who are watching this program. Dr. C. Thomas will now propose the vote of thanks. It is my pleasure to start this vote of thanks with a phraseology of Mr. Nikita Khrushchev, Russian president half a century ago. Accidental coincidence of incidents. സംഭവങ്ങളുടെ യാദർച്ഛികമായ സംയോഗം. This is very appropriate when I consider my biography, Legacy of a Plastic Surgeon. I am grateful to God Almighty for His guidance for the successful completion of this book. At this juncture, I am remembering with respect the message with the blessings given by His Holiness Moran Mar Baselios Marthoma Paulos II, the Supreme Head of the Indian Orthodox Church and Catholicos of the East. The initiation and the encouragement given to me by His Grace, Dr. Givaris Mar Julius, the Metropolitan of the Ahmedabad Diocese, and the editorialship and the compilation of this book done by Reverend Dr. John Thomas for his laborious task of collecting the data and the people from the different parts of the world and conducting our meeting regularly and periodically during my visit to Aster Medcity for the last 3 years. Encouragement given by His Highness Shabib bin Taimur Al Said, advisor to His Majesty the Sultan of Oman for Environmental Affairs, and His Excellency Dr. Ali bin Muhammad Al Musa, former Health Minister of the Sultanate of Oman, and the tremendous cooperation and the encouragement given to me by my relatives and friends, especially friends from my college days onwards, starting with the doctors M.V. Pilla, S. Venugopal, John Valiat, Sudhakara Krishnan, Thomas Punnus, Vinay Chandran Nair, Krishna Kumar, and Samilesan, and my relatives, my beloved brother, Dr. C. Matthew, who passed away recently a couple of weeks ago. May his soul rest in peace. And Dr. P.M. Matthew, my brother-in-law, who arranged my visit way back in 1971 to Oman to take up a temporary surgeon's job at the American Mission Hospital for a period of 2 months that turned into a permanent job
and later the citizen of this country. And Dr. Jacob Varghese, my cousin, and the conveners of my various endowment awards in my home village, Kaipattur, Mr. C.G. Abraham, my teacher in the high school, Advocate Yohanan Konnail, the present convener, they all so magnanimous in contributing a felicitation message to this book. I am indebted to them. It is my pleasure to give a special mention to my wife, Shanta Thomas, who did a tremendous contribution by typing the entire manuscript of this book and the selection of the photographs. Thus she proved she is my better half. Also, I extend by many thanks to the publisher, Bodhi Books, designer Mr. Prasad Grishma Designs, and the proofreaders Mr. Baiju Koshi and Mr. Liju Cheria. This YouTube live program is made possible by the sincere and dedicated efforts of Mr. Biju Parimala, who is anchoring this program, and Mr. Sunil Kumar, MB Media Production. I am extending by many thanks to them. Last but not the least, I express my many thanks to the well-wishers, friends, and my relatives for their willingness to watch this program from the different corners of the world. May God bless us. Thank you. ഡോക്ടർ സി തോമസിൻ്റെ ജീവിതാനുഭവങ്ങൾ, കർമ്മരംഗത്തെ പ്രവർത്തനങ്ങൾ, കൈവരിച്ച നേട്ടങ്ങൾ, സാമൂഹികമായ ഇടപെടലുകൾ, കാഴ്ചപ്പാടുകൾ, പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ എന്നിവയാണ് ലെഗസി ഓഫ് എ പ്ലാസ്റ്റിക് സർജൻ എന്ന ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നുവരുന്നവർക്കും ഇപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒപ്പം പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രചോദനം നൽകുന്നതാകും ഈ ഗ്രന്ഥം. ഇതിൽ നിന്ന് ലഭിക്കുന്നതും പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് അദ്ദേഹം. ഡോക്ടർ സി തോമസിനെക്കുറിച്ചുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.